നമ്മൾ ചിക്കൻ വെക്കുകയാണ് ഗൈസ്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഞങ്ങളുടെ ചിക്കൻ കറി കുറച്ച് സ്പെഷ്യലാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കാര്യം കഴിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ആണെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് റെസിപ്പി ഇടാമെന്ന്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റത്തെ കണ്ടിട്ട് വാ. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് പാകമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ചിക്കൻ മസാല ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഇറച്ചിക്ക് പാകമായിട്ടുള്ള അളവിനുള്ളത് എടുക്കുക. ഓക്കെ, അപ്പോൾ മസാലകൾ ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. അത് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം അല്ലേ? ഇളക്കി വെച്ചാൽ മതി. മിക്സ് ചെയ്യേണ്ട, ഇളക്കി വെച്ചാൽ മതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിലേക്ക് പാത്രം വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഞങ്ങളിവിടെ വെളിച്ചെണ്ണയും സൺഫ്ലവറും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ആദ്യമേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതാണ് ആദ്യം ഇടുന്നത്. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് നമ്മൾ മാറ്റി അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ വറ്റൽമുളകും കുഞ്ഞുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് സവാള, തക്കാളി, കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എന്നീ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. അങ്ങനെ അതൊക്കെ നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ അതിനകത്തേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കഴുകി ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്നു. അപ്പോഴത്തേന് നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മസാലയും നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചു. നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്ക് നല്ലപോലെ കറി എന്താ പറയുക, നല്ല വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.